ഭാവി കാലം നമുക്കേ ഉള്ളൂ, ഭൂതകാലവും നമുക്കേ ഉള്ളൂ. ത്രികാലജ്ഞാനം, അതാണ് ആ ഉ അം. ഭൂതകാലം ആ, വർത്തമാനകാലം ഊ, ഭാവി കാലം അം. അതുകൊണ്ടാണ് ആ ഉ അം ഓം. എല്ലാ ദൈവങ്ങളും ഉണ്ടായത് ഇതിൽ നിന്നാണ്. ഈ 3 കാലബോധത്തിൽ നിന്നാണ്. കാലബോധത്തിൽ നിന്നാണ് ദൈവം ഉണ്ടായത് എന്ന് വയലാർ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ, കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. കാരണം ഉണ്ടായതാണ് ഈ ലോകം എന്ന ചിന്തയിൽ നിന്നാണ് ഉണ്ടാക്കിയവനെ പറ്റി ആലോചിച്ചത്. അപ്പൊ ഉണ്ടാക്കിയവൻ ആരാ? അവനാ ദൈവം. അങ്ങനെ ആ ദൈവത്തിലെത്തിയത് ഈ കാലബോധം. അതുകൊണ്ടാണ് ഓം നമഃശിവായ, ഓം നാരായണായ എന്നൊക്കെ പറയുന്നത്. ദൈവത്തിന്റെ പേരിന്റെ മുമ്പിൽ ഓം ചേർക്കുന്നത് കാലബോധത്തിലൂടെ നിന്നിലെത്തി എന്നാണ്. അല്ലാതെ പലരും വിചാരിക്കുന്നത് എന്താ, ഞാനൊരു കോളേജിൽ പോയിട്ട് ഒരു വേദാന്ത സെമിനാറിൽ പോയിട്ട് ഞാൻ ചോദിച്ചു ഓംകാരത്തിന്റെ അർത്ഥം എന്താന്ന്. ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഓംകാരം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഡൗൺലോഡ് ആക്കുന്ന പാസ്വേഡാണ്. ഓം നമഃശിവായ എന്ന് പറഞ്ഞാൽ ശിവൻ ഡൗൺലോഡായി കിട്ടി. കാലബോധം. ഈ കാലബോധം, സമയബോധം മനുഷ്യന് മാത്രമാണ്. മാസങ്ങള്, വർഷങ്ങള് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്, അല്ലേ? ഈ കാലബോധത്തിലൂടെ ആന്തരികമായ വെളിച്ചം ധിയോ യോന പ്രചോദയാ, ഈ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും. ഇതാണ് ആദ്യത്തെ പ്രാർത്ഥന. മനുഷ്യന്റെ ആദ്യത്തെ പ്രാർത്ഥന അത് ഹിന്ദു മതത്തിന്റെ പ്രാർത്ഥനയല്ല. കാരണം ഈ പ്രാർത്ഥന ഉണ്ടാകുന്ന കാലത്ത് ഹിന്ദു മതവും ഇല്ല, ഇസ്ലാം മതവും ഇല്ല, ക്രിസ്തു മതവും ഇല്ല, മതങ്ങളേ ഇല്ല. യഥാർത്ഥത്തിൽ സൂര്യനെ പ്രാർത്ഥിച്ചത് യഥാർത്ഥത്തിൽ പ്രത്യക്ഷ ദൈവമായിരുന്നില്ലേ? അതിൽ നിന്ന് മാറിയിട്ട് പിന്നെ പലതിലേക്ക് പോയതാ പറ്റിയത്. അത് യഥാർത്ഥ ദൈവമാണ്. ആ ദൈവത്തെ എല്ലാ കാലത്തും പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാവുമോ? ഗാസയും ഇസ്രായേലും തമ്മിൽ കുഴപ്പമുണ്ടാവുമോ? ദൈവങ്ങൾ പലതായ കൊണ്ടല്ലേ അടി മുഴുവൻ. അങ്ങ് ജനാധിപത്യ ബോധമുള്ളവർക്കേ ചിരിക്കാൻ പറ്റൂ, പുഞ്ചിരിക്കാൻ പറ്റൂ. ജനാധിപത്യ ബോധമില്ലാതെ ഏകാധിപത്യമാണ് ഞാൻ മാത്രം ശരി. 6 ശരിയാണ് ലോകത്തിലെ സകല കുഴപ്പമുണ്ടാക്കുന്നത്. 6 ശരിയാണ്. ഏതാ? 1 ഞാൻ മാത്രം ശരി, 2 എൻ്റെ ദൈവം മാത്രം ശരി, 3 എൻ്റെ ജാതി മാത്രം ശരി, 4 എൻ്റെ മതം മാത്രം ശരി, 5 എൻ്റെ പാർട്ടി മാത്രം ശരി, 6 എൻ്റെ രാജ്യം മാത്രം ശരി. എൻ്റെ രാജ്യം മാത്രം ശരി. ഈ 6 ശരികളാണ് ലോകത്തിലെ സകല കലാപവും ഉണ്ടാവുന്നത്. യഥാർത്ഥ ശരി എപ്പോഴാണ് ഉണ്ടാവുന്നത്? എൻ്റെ ശരിയും നിന്റെ ശരിയും ഒത്തുചേർന്ന് നമ്മുടെ ശരി ഉണ്ടാവണം. അതിന് ഹൃദയം തുറക്കണം. അതിന് സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷൻ വേണം. സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷൻ വേണം. പണ്ട് ദൂരദർശൻ ചാനലിൽ മാത്രമുണ്ടായിരുന്ന കാലത്ത് ഒരു ദേശീയോദ്ഗ്രഥന ഗാനമുണ്ടായിരുന്നു. മിലേസുരുമേരാ തുമാരാ, അല്ലേ? ലതാ മങ്കേഷ്കർ അടക്കമുള്ള എല്ലാ ഗായികമാരും ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഒരു വരി ഉണ്ടാവും. അതിൽ മലയാളത്തിൽ ഒരു വരി ഉണ്ടായി. ആ വരി ആനപ്പുറത്തിരുന്നിട്ട് തോട്ടിയും ചുമല് വെച്ചിട്ട് ഒരു പാപ്പാൻ, എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നു നമ്മുടെ സ്വരമായി. ഈ നമ്മൾ എന്ന ചിന്ത ഉണ്ടാകുമ്പോഴാണ് രസവും ചിരിയും ഉണ്ടാകുന്നത്. അതിനെന്ത് വേണം? പ്രകൃതിയോടും ദൈവത്തോടും മനുഷ്യനോടും സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അപ്പോഴാണ് ഹൃദയം ആർദ്രമാവുന്നത്. സോഫ്റ്റനായ ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ ഇപ്പം എന്താ? ഇപ്പം അടുത്ത കാലത്ത് കണ്ടോ? ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ അട്ടഹാസമാണ്, സോഫ്റ്റനല്ല. ജയ് ശ്രീറാം, അല്ലാഹു അക്ബർ, കർത്താവേ, പേടിപ്പിക്കുകയാണ്. ഞാനിപ്പോൾ പലരുടെയും പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ മൈ ഡിയർ കുട്ടിച്ചാത്ത സിനിമയിൽ കൊട്ടാരക്കര ശ്രീധരൻ നായർ കുട്ടിച്ചാത്ത അതിന് പേടിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അതുപോലെയാണ് ദൈവത്തെ പേടിപ്പിക്കുക. കന്യാകുമാരി അമ്പലത്തിലുണ്ട് കുറേ ഈ ക്യൂ നിയന്ത്രിക്കുന്ന കുറച്ച് ആളുകൾ. അവർ ദൈവത്തിൻ്റെ ആളല്ല, അവർ യഥാർത്ഥത്തിൽ രാവണൻ്റെയോ അല്ലെ കുംഭകർണൻ്റെയോ ആൾ. അട്ടഹാസമാണ്, അല്ലേ? വട്ടിയെടുത്തിട്ട് പേടിപ്പിക്കുകയാണ്. എന്തൊരു വൃത്തികേടാണ്, എന്തൊരു വൃത്തികേടാണ്. ദേവി കന്യാകുമാരി സിനിമ കണ്ടിട്ട് അതിലൊരു പാട്ട് കേട്ടിട്ട് കന്യാകുമാരി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവും. കണ്ണാലില കണ്ണാ പാലാഴി തീരയിലൊഴുകും ആലില കണ്ണാ ഞാനൊരു കന്നിമുക്കുവ പെണ്ണ് എന്ന പാട്ടില്ലേ, അതിസുന്ദരമായി മാധുരി പാടിയെ. നീ പണ്ടൊരു മുനി കുമാരനായി അന്ന് നിന്റെ യൗവനം തുഴഞ്ഞു വന്നോ നീരാഴി, അല്ലേ? എന്നുള്ളൊരു പാട്ടില്ലേ? ഞാൻ ഒരു പൂത്തിമിംഗലമായി
മത്സ്യാവതാരത്തെ പറ്റിയാണ്. ഈ പഴയ സിനിമയിലെ പാട്ട് അടിപൊളിയായിരിക്കും, പക്ഷെ രംഗം അതിബോറായിരിക്കും. കണ്ടിട്ടുണ്ടോ? പഴയ സിനിമയിൽ പാട്ട് ഗംഭീരമായിരിക്കും, പക്ഷെ ചിത്രീകരണം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, ഒരു ഉത്സവ പറമ്പിലെ ചിത്രീകരിക്കുന്ന ആറാട്ടിനാനകൾ എഴുന്നള്ളി ആഹ്ലാദ സമുദ്രം അല തല്ലി ആറാട്ടിനാനകൾ എഴുന്നള്ളി. നമ്മുടെ മനസ്സിലൊരു ഉത്സവം കാണാം. പക്ഷെ ഞാൻ ആ സിനിമേൻ്റെ രംഗം എടുത്ത് കണ്ടു നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ ചൂട്ടുന്ന് മധുവും ജയഭാരതിയും കൈയും കൈ പിടിച്ചിട്ട് ആറാട്ടിനാൻ, ഒരാറാട്ടുമില്ല, ഒരാനയില്ല. ഞാൻ ആകെ വല്ലാണ്ടായി. പക്ഷേ ഈ സിനിമ നോക്കൂ, ദേവി കന്യാകുമാരിയിലെ ഈ പാട്ടിൻ്റെ രംഗം, അന്ന് ഈ സാങ്കേതിക വിദ്യയൊന്നും ഇല്ലാത്ത കാലത്ത് അതിമനോഹരമായിട്ടൊരു കട്ടമരം തുഴഞ്ഞു പോകുന്ന ഒരു പെണ്ണിനെ അവതരിപ്പിക്കുന്നുണ്ട്. എന്തൊരു രസമായിട്ട് അത് ചിത്രീകരിച്ചെന്നറിയോ? അങ്ങനെയുള്ള കന്യാകുമാരിയെ, ദേവിയെ നമ്മൾ ആ ക്ഷേത്രത്തിൽ പോയാൽ നമ്മുടെ സങ്കല്പം തകിടം മറിഞ്ഞു പോകും. കാരണം ഭീകരമാണ് ദൈവത്തെ വിളിക്കുന്നത്, ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇനി പ്രകൃതിയോടോ? മഴ പെയ്യുമ്പോൾ എന്തൊരു മഴ, വെയിലാണെങ്കിൽ എന്തൊരു വെയിൽ. 24 മണിക്കൂറും ചാനലുകൾ വന്നതോടുകൂടിയാണ് വാർത്ത പ്രധാനമേതാ അപ്രധാനമേതാന്ന് മനസ്സിലാവാണ്ടായി. എല്ലാം ബ്രേക്കിംഗ് ന്യൂസ്. കേരളത്തിൽ കാര്യമായ മഴ ഏടിയും പെയ്തിട്ടില്ലെങ്കിൽ ഒരാൾ തോട്ടിൽ ഉരുണ്ട് വീണാൽ ഓട്ടം തന്നെ ബ്രേക്കിംഗ് ന്യൂസ്. തോട്ടിൽ വീണു, തോട്ടിൽ. ആ നാട്ടിൽ 4 വീട്ടുകാരറിയേണ്ട വാർത്തയാണ് 3.5 കോടി ജനങ്ങളുടെ മുന്നിൽ ബ്രേക്കിംഗ് ന്യൂസ്. കാരണം 24 മണിക്കൂറും വാർത്ത ഉണ്ടാക്കണ്ടെന്ന്. ഈ 24 മണിക്കൂർ വാർത്ത എന്ന് പറയുന്നത് നിരോധിക്കേണ്ടതാണ്. നാട്ടിലെ സകല മൂല്യമേത് അമൂല്യമേതെന്ന് തിരിച്ചറിയാത്ത, ചെറുതേത് വലുതേതെന്ന് അറിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിച്ചത് ഇതിൻ്റെ മുമ്പിൽ ചടഞ്ഞിരിക്കുന്ന കുറേ ആളുകളും. പ്രാധാന്യമേത് അപ്രധാനമേത് എന്നും മനസ്സിലാവുന്നില്ല. മഴ പെയ്യുമ്പോൾ പിന്നെ മഴക്കാലത്ത് മഴ പെയ്യൂലേ? മഴ മഴ അല്ലേ? മഴ മഴ. മഴയില്ലാത്ത കാലത്ത് ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഓപ്പിക്കൂടെ അല്ലേ, മഴ മഴ, കൊട കൊടാൻ. എൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞു മഴയില്ലാഞ്ഞിട്ട് കൊടാൻ. അതറിയില്ല അല്ലേ? ഇവിടെ വടക്കോട്ടുള്ള ഒരു അശ്ലീലമാണ് കൊടാൻ. വടക്കോട്ടുള്ളൊരു അശ്ലീലമാണ്, ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണ്, ഒരു അശ്ലീല അവയവമാണ് പറഞ്ഞിട്ട്. മഴയില്ലേ, മഴയില്ലാത്തതുകൊണ്ട് കൊടാൻ. മനസ്സിലായ? തിരിയണ്ടാക്കി തിരിഞ്ഞിട്ടുണ്ടാവും. മഴ വലിയ പ്രശ്നം. എന്തൊരു മഴ, വെയിലറിക്കുമ്പോൾ എന്തൊരു വെയില്. പിന്നെ എന്തെന്നാ വേണ്ട? മഴയും പറ്റില്ല, വെയിലും പറ്റില്ല. പ്രകൃതിയോട് നെഗറ്റീവാ. സോഫ്റ്റനല്ല പ്രകൃതിയോട്. മനുഷ്യരോടോ? മനുഷ്യരോട് എങ്ങനെയാ വർത്തമാനം പറയുന്നത്? മക്കളോട് എങ്ങനെയാ വർത്തമാനം പറയുന്നത്? വീട്ടിൽ നിന്നൊരു തമാശ പറയുന്ന അച്ഛനും അമ്മയുണ്ടോ? ഇപ്പോൾ ഇല്ല. അച്ഛനും മക്കളും കൂടി അമ്മയെ പരിഹസിക്കുകയും അമ്മയും മക്കളും കൂടി അച്ഛനെ പരിഹസിക്കുകയും അച്ഛനും അമ്മയും കൂടി മക്കളെ പരിഹസിക്കുകയും ചെയ്യുന്ന വീടുണ്ടാവാം. നല്ല സുന്ദരമായ വീടാണത്. പരിഹസിക്കുന്ന എന്നെ പലപ്പോഴും ഞാൻ തിരക്കിട്ടിട്ട് പുറപ്പെട്ടിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഉണ്ടല്ലോ, ഷർട്ടിടാൻ മറന്നു. ഞാൻ കാറ് കയറി വണ്ടി എടുത്ത് പുറപ്പെടുമ്പോൾ ഉണ്ടാവും എൻ്റെ ഭാര്യയും മോനും കൂടി ഓടി വന്നിട്ട് ഗേറ്റിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. എന്താന്ന് ചോദിക്കുമ്പോൾ ആ ഷർട്ട് മാറ്റിയിട്ട് കൊടുക്കുന്നു പറയും. അതുവരെ മുന്നില്ല. അതൊരു രസാണ്. തമാശ പറയണം. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോഴെല്ലാം കമ്മ്യൂണിക്കേഷൻ എല്ലാം ഡിജിറ്റലാ അല്ലേ? വാട്സപ്പിൽ ഒരു കഥ വന്ന് നിങ്ങൾ വായിച്ചോ? ഇവിടെ ആരും പറഞ്ഞോ? വാട്സപ്പിൽ നല്ല രസമുള്ളൊരു കഥ വന്നിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അയാളുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്ന ബീപ്പ് ബീപ്പ് ശബ്ദം കേട്ടിട്ട് അയാൾ ഞെട്ടി ഉണർന്നു. സമയം നോക്കുമ്പോൾ, ടോർച്ചടിച്ച് നോക്കുമ്പോൾ സമയം 1:30 മണി. 1:30 മണിക്ക് എനിക്ക് ആരാപ്പം മെസ്സേജ് അയക്കേണ്ടത്? പാതിരക്ക് മെസ്സേജ് അയക്കുന്ന ആളുമായിട്ട് എനിക്ക് ബന്ധമില്ലല്ലോ. പെട്ടെന്ന് ഓർമ്മ വന്നു, അമ്മാവനുണ്ട് ആശുപത്രിയിൽ, ICU കിടക്കുന്നു. എന്തോ സംഭവിച്ചാ? കാര്യം പോയോ? ഗ്രൂപ്പിൽ ഇടുമല്ലോ, അമ്മാവൻ പോയി, ബോഡി ഇപ്പൊ കൊണ്ടുവരും. എൻ്റെ അമ്മ, എൻ്റെ പ്രിയപ്പെട്ട അമ്മാവൻ ചത്ത. ആകെ ബേജോറോടെ മൊബൈൽ എടുത്തിട്ട് വാട്സപ്പ് ഓൺ ചെയ്ത് വായിച്ചു. അതിലിങ്ങനെയായിരുന്നു മെസ്സേജ്: വല്ലാത്ത ചൂട്, ഉഷ്ണിക്കുന്ന വല്ലാതെ, ഒന്ന് അങ്ങോട്ട് കിടക്ക് കുരിപ്പേ. ഭാര്യ ഭർത്താവിന് മെസ്സേജ് അയച്ച, വിളിച്ചിട്ട് കേൾക്കുന്നില്ല, മെസ്സേജ് അയച്ചപ്പോൾ ഉറക്കം കളഞ്ഞു. ഇത്തരത്തിൽ ഡിജിറ്റൽ മെസ്സേജുകളായി മാറുന്നു നമ്മൾ. ചോറായി എന്ന് മോനെ പഠിക്കുന്ന റൂമിലേക്ക് അമ്മ മെസ്സേജ് അയക്കുക, ചോറായി. അപ്പം അവൻ എന്താ കറി സാമ്പാർ, ഉച്ചക്കത്തെ സാമ്പാർ. അപ്പം എനിക്ക് വേണ്ട. അപ്പോൾ ഫ്രിഡ്ജിലെ മീൻ ചൂടാക്കി വെക്കാം. അപ്പോൾ അവൻ്റെ മറുപടി ആ എന്നാ ഞാൻ കിടക്കട്ടെ. വീണ്ടും ആ.
AAMM ഇതൊക്കെയാണ്, ഇമോജികളാണ്. പുതിയ ജൻസിയുടെ പുതിയ പദങ്ങളില്ലേ. നമ്മളെല്ലാം നിരക്ഷരരാകും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം നിരക്ഷരരാകും. മാതൃഭൂമി വീക്കിലി 2-3 ആഴ്ച മുമ്പ് ജൻസി കുട്ടികളുടെ ഭാഷയെ പറ്റിയിട്ടൊരു ലേഖനം വന്നിരുന്നു. ജൻസി കുട്ടികളുടെ ഭാഷയെ പറ്റിയിട്ട് പുതിയ ഭാഷാശൈലി വരിക. നമുക്ക് ഭാഷ അറിയാം, ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ ഇമോജി അറിയാതില്ലെങ്കിൽ നമുക്കിപ്പോൾ അവരുടെ കുറേ പുതിയ പ്രയോഗങ്ങളുണ്ട്. അത്തരത്തിൽ ഡിജിറ്റൽ മെസ്സേജുകളാവുന്നു. തുറന്നു മോനെ, ചോറായി മോനെ എന്ന് വിളിക്കുന്ന ഒരമ്മയും എന്നാമേ കറി വെച്ച് എന്ന് പറയുന്ന ഒരു മോനും ഉണ്ടാവുന്നില്ല. എല്ലാ കിടപ്പുമുറിയാകുന്ന സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരാ. പണ്ടെല്ലാം ബെഡ്റൂം ചെറുതും വരാന്ത വലുതുമായിരുന്നു അല്ലേ? വരാന്ത വീട്ടുകാർക്കും നാട്ടുകാർക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ വരാന്തയിൽ ഒരു അരപ്പോസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ പേര് ഇരുത്തിന. വന്നാൾ അതിന്മേൽ ഇരുത്തി. പ്ലാസ്റ്റിക് കസേരയൊന്നുമില്ല, വന്നാൾ ഇരുത്തി. അതാണ് അവർക്ക് ഇരിക്കാനുള്ള സ്ഥലമായി. ഇപ്പൊ വരാന്ത ചെറുതായി, ബെഡ്റൂം വലുതായി, കട്ടിലും വലുതായി. അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധവും അകന്നു. കാരണം പണ്ട് കട്ടിലിന് വീതി കുറഞ്ഞായതുകൊണ്ട് വളരെ ഐക്യത്ത് കിടന്നിട്ട് ഉരുണ്ടതായത്. ഇപ്പൊ കട്ടിൽ 3 ആൾ കിടന്നാലും പിന്നെ ഉരുളാൻ സ്ഥലം ഉണ്ടാകുന്നത് കൊണ്ട് പണ്ട് 96 കിടന്നെല്ലാം 69 കിടന്നല്ല ഇപ്പൊ 96. മനസ്സിലായോ? മനസ്സിലാവണ്ടാക്ക് മനസ്സിലായിരുന്നു. പണ്ട് 69 കിടന്നല്ല ഇപ്പൊ 96. മൊബൈൽ നോക്കിയിട്ട് അങ്ങോട്ടും നോക്കി കിടക്കും, ഇങ്ങോട്ടും നോക്കി കിടക്കും. ഈ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വെളിച്ചമാണ് നമ്മുടെ മനസ്സിൻ്റെ വെളിച്ചം നശിപ്പിക്കുന്ന സാധനം. പുതപ്പിൻ്റെ ഉള്ളിലെ വെളിച്ചമില്ലേ കിടന്നിട്ട് നോക്കുന്ന മൊബൈൽ. അവിടെ എങ്ങനെ തുറന്ന് സംസാരമില്ല. അവിടെ സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷൻ, SOFTEN, സോഫ്റ്റൻ സ്പെല്ലിങ് 6 അക്ഷരമുണ്ട്. 6 അക്ഷരത്തിന് ഓരോ മരുന്ന് പറയാ. എസ് എന്ന് പറഞ്ഞാൽ സ്മൈലാണ്, പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കാറുണ്ടോ? ഭാര്യയും ഭർത്താവും നോക്കി പുഞ്ചിരിക്കാറുണ്ടോ? മക്കളെ നോക്കി പുഞ്ചിരിക്കാറുണ്ടോ? രാവിലെ ഓർക്ക് കഴിഞ്ഞാൽ മക്കളെ നോക്കി എണീക്കുന്നില്ലേ, പല്ലിയേക്കുന്നില്ലേ, കുളിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ വിളിക്കുന്ന അമ്മമാരല്ലേ പതി വീട്ടിൽ. മക്കളെ നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് മോനെ എന്ന് വിളിക്കുന്ന എത്ര പേരുണ്ട്? അവരെ ഒന്ന് വിളിച്ചുണർത്തി ഒന്ന് പുഞ്ചിരിച്ചിട്ട് നിങ്ങൾ പുഞ്ചിരിച്ചാൽ പോരാ. പുഞ്ചിരിയെ പറ്റി എത്ര പാട്ടുണ്ടല്ലേ അല്ലേ? പുഞ്ചിരിച്ചാൽ പൂനിലാവുദിക്കുന്നു മാത്രമല്ല എന്മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. എൻ മുഗ്ധരേണുക്കൾ രത്നങ്ങളായെങ്കിൽ എന്നും നവരത്നമണിഞ്ഞേനെ. എന്നെ ശ്രുബിന്ദുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനെ. പുഞ്ചിരിയെ പറ്റിയ പാട്ടുകൾ അധികം അല്ലേ? പുഞ്ചിരിക്കുന്നുണ്ടോ? കഴിഞ്ഞ വർഷം ഒക്ടോബർ 1 വയോജന ദിനത്തിന് തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിൽ ഒരു പ്രോഗ്രാം വെച്ചു കേട്ടോ. എന്താണെന്നറിയോ? ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം, ഒരു പുതുമയുള്ള പരിപാടി. അപ്പൂപ്പൻ അമ്മൂമ്മ സംഗമം. പല കുട്ടികളും ഇപ്പോൾ പോറ്റുന്നത് അച്ഛനും അമ്മയല്ല, അപ്പൂപ്പനും അമ്മൂമ്മയാണ്. അവരെയാ വിളിക്കേണ്ടത്. നോക്കുമ്പോൾ ഇരിക്കാൻ സ്ഥലമില്ല. അത് കാരണം ഒരു കുട്ടിക്ക് 4 ആളുണ്ടാവുമല്ലോ. ഇവർക്ക് കിട്ടിയ ചാൻസ് അല്ലേ. എല്ലാവരും പോയി സ്കൂളിൽ. അച്ഛനമ്മമാരെ വിളിച്ച് അച്ഛൻ വരുന്നുണ്ട് അമ്മ വരില്ല, അമ്മ വരുന്നുണ്ട് അച്ഛൻ വരില്ല. 2 ആളും വരുന്നത് വളരെ അപൂർവ. ഞാൻ ഇരിക്കൂർ ഒരു സ്കൂളിൽ കഴിഞ്ഞ കൊല്ലം ഒരു രക്ഷകർത്തൃ യോഗത്തിൽ ക്ലാസ് എടുക്കാൻ പോയി. അവിടെ നോക്കുമ്പോൾ എല്ലാ അമ്മമാർ മാത്രം. ഞാൻ ചോദിച്ചു, രക്ഷകർത്താവ് എന്ന് പറഞ്ഞ അമ്മമാരെ മാത്രം വിളിച്ചത്? അതല്ല, 4 കൊല്ലമായിട്ട് ഒരൊറ്റ അച്ഛൻ വരത്തില്ല. അമ്മേ വരൂ. ഒരാണുങ്ങൾ ഈ സ്കൂളിൽ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ എന്നിട്ട് ആടെ പ്രസംഗിക്കുമ്പോൾ ഒരു തമാശ പറഞ്ഞു. ഭയങ്കര വിവാദമായി, മാപ്പ് പറയണമെന്നായി, ഭയങ്കര പ്രശ്നമായിപ്പോയി. നിങ്ങളിത് പുറത്ത് പറയൂലെങ്കിൽ ഞാൻ അത് പറയട്ടെ. ഞാൻ പറഞ്ഞ തമാശ. പക്ഷെ അടുത്ത യോഗത്തിന് എല്ലാ അച്ഛന്മാർ വന്നു കേട്ടോ. ഞാൻ പറഞ്ഞ തമാശ ഇത്രയേ ഉള്ളൂ. സ്വന്തം മക്കളാന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഈ അച്ഛന്മാർ വരാത്തത്. സ്വന്തം മക്കളാന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞു. അടുത്ത യോഗത്തിന് എൻ്റെ മക്കൾ എന്നാന്ന് ഉറപ്പിക്കാൻ എല്ലാവരും വന്നു. മനസ്സിലായോ? അതാ. എന്നാൽ ഇവിടെ അപ്പൂപ്പൻ അമ്മൂമ്മ ഉപ്പാവ ഉമ്മാമ്മമാരെ വിളിച്ചപ്പോൾ എല്ലാവരും വന്നു. അവരെ ഇരുത്തി എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ച. ഞാൻ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പള് അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ ഞാൻ എഴുതിയ ഒരു കവിത അവരുദ്ധരിച്ചു. ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയതാ. ആ കവിത ഇതാണ്: പുഴയും തോണിയും തമ്മിലായിരുന്നു തർക്കം, ആരാണ് പ്രഗത്ഭനെന്നാണ് തർക്ക വിഷയം. തോണിയുടെ വാദം ഞാൻ മേലെയും നീ എൻ്റെ അടിയിലുമാണ്, ഞാനാണ് പ്രഗത്ഭൻ എന്ന തോണിയുടെ വാദം വിജയിച്ചു. പുഴ തോൽവി അംഗീകരിച്ച് വറ്റിക്കളഞ്ഞു. ഇപ്പോൾ തോണി മണ്ണിനോട് തർക്കിച്ചു കൊണ്ടിരിക്കുക. പുഴ വറ്റിയ പിന്നെ തോണിക്ക് എന്ത് പ്രസക്തി? എന്നിട്ട് ടീച്ചർ പറഞ്ഞു, മക്കളെ
ഇതാ ഈ പഴയ തലമുറ നമ്മുടെ ഈ പുഴയാണ്, നമ്മൾ അതിലൊഴുകുന്ന തോണി മാത്രമാണെന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ടീച്ചർ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു, പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില ചിരിക്കും. പക്ഷെ പച്ചപ്ലാവിൽ ഇതുപോലെ ഒരു കാലം പഴുത്ത് വീഴാനുള്ളതാ, അതുകൊണ്ട് ചിരിക്കല്ലേ എന്ന് പറഞ്ഞു. കുട്ടികൾ യേസ് പറഞ്ഞു. ഒരു 9ാം ക്ലാസ്സുകാരൻ ഒരു പയ്യനുണ്ട്, വിനീത്. ഇവൻ എന്തുണ്ടെങ്കിലും എണീറ്റെന്തെന്ന് പറയും. ഓൻ എണീറ്റപ്പ ടീച്ചർമാർ പുറൂർക്കാൻ തുടങ്ങി, തോട്ടങ്ങി ഓൻ എന്തെങ്കിലും ഇപ്പൊ പറയും. ടീച്ചറെ ഒരു സംശയം. എന്താടാ? പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ചപ്ലാവില ചിരിക്കാതിരുന്ന പഴുക്കാണ്ടിക്കുവോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ല അല്ലേ? ചിരിച്ചൂടെ നമുക്ക്? മരിക്കൂന്ന് വിചാരിച്ചിട്ട് ചിരിക്കാണ്ടിരിക്കണോ? ചിരിക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ ഇത് കേട്ടിട്ട് നിങ്ങൾ ചിരിച്ചില്ലേ അല്ലേ? അഥവാ ചിരിക്കാത്ത 2-3 ആളുണ്ട് കേട്ടോ, അവർ ഇന്ന് തന്നെ ECG എടുത്ത് നോക്കണം. ചിരിക്കാത്ത കരയാത്തവർക്ക് ബ്ലോക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് ചിരിക്കണം. സ്മൈൽ. നിങ്ങളുടെ വീട് ചിരിക്കണം. വീടിന്റെ ചുണ്ട് മുന്നിലത്തെ വാതില, രാവിലെ അതൊന്ന് തുറക്കണം. മക്കളെ വിളിക്കണം. അവിടെ പ്രഭാതം വിടരും, പ്രദോഷം വിടരും, പ്രതീചിരണ്ടും കണ്ടു നിൽക്കും. ഉദയമില്ലാതില്ല അസ്തമനം, ഉണരൂ മനസ്സേ ഉണരൂ. ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടാതു. മനസ്സിനെ ഉണർത്താൻ വാതിൽ തുറന്നിട്ട് മുറ്റത്ത് വിരിഞ്ഞ പൂക്കളോടും പൂമ്പാറ്റകളോടും വർത്തമാനം പറയാൻ ഇറങ്ങണം. കുട്ടികളെയും കൂട്ടിയിട്ട് മുറ്റത്തിറങ്ങണം, വരാന്തയിൽ ഇറങ്ങണം. രാവിലെ എഴുന്നേറ്റിട്ട് ഇസ്രായേലിലെ പട്ടാളക്കാരെ പണി പിന്നെടുക്കാം. മിക്ക വീട്ടിൽ ഇസ്രായേലിലെ പട്ടാളക്കാരെ പണി എന്താ? പല്ല് വരെ തേക്കില്ല, എണീറ്റ് ഉടനെ 3 മിസൈൽ വിടും ഗാസയിലേക്ക്. അതുകൊണ്ടാണ് വെടി നിൽക്കാത്തത്. എപ്പോൾ ശീലായിപ്പോയി, ടിക്ക് 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 3 മിസൈൽ. നമുക്ക് തമാശ, അതിൻ്റെ ഒരു ഭീകരത എന്താണ്? നമ്മുടെ വീട്ടിലെ ഭൂരിപക്ഷം അമ്മമാര്, ചില വീട്ടിൽ ആണുങ്ങളും ഇല്ലല്ലോ, അത് പെണ്ണുങ്ങൾ മാത്രം ചെയ്യേണ്ടതെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അവരെഴുന്നേറ്റ ആദ്യം ഒരു തോക്കെടുക്കും, എന്നിട്ട് ഗ്യാസ് അടുപ്പിന്റെ അടിയിലേക്ക് 3 വെടി, ടിക്ക് 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 3 വെടി. തിന്നാനുള്ള വക നമ്മളെ കുട്ടിയെ ശരീരം തടിപ്പിച്ചിട്ട് നല്ലോണം തിന്ന മോനെ. ഓണത്തിന് നിങ്ങൾക്കല്ലേ ഓണത്തിന് പച്ചക്കറി, നമുക്ക് ഉത്തരേ പടക്കം കേരളത്തിൽ ഓണവും വിഷു എന്ന് പറഞ്ഞാൽ ഇറച്ചിയാ പ്രധാനം. മീനും ഇറച്ചിക്ക് നല്ലോണം വില കൂടും. നല്ലോണം തിന്നിട്ട് ചന്തി തടിപ്പിച്ച് അരിഞ്ഞ് വിൽക്കാൻ പറ്റുമോ? ഇല്ല. പശുവിനെ പോറ്റിയാൽ കറന്ന് വിൽക്കാം, ആടിനെ പോറ്റിയാൽ ഇറച്ചി വിൽക്കാം, കോയിനെ പോറ്റിയാൽ മുട്ട വിൽക്കാം. നമ്മളെ മക്കളെ ശരീരം തടിപ്പിച്ചിട്ട് എന്ത് കാര്യവും? ഒരു കാര്യമില്ല. അവന്റെ മനസ്സിനെ ഉണർത്താൻ വാതിൽ തുറക്കൂ, മുറ്റത്തിറങ്ങോ. ആ പുഷ്പങ്ങളോട് സംസാരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാ അല്ലേ? പുഷ്പങ്ങളോട് മനുഷ്യൻ വരുന്നതിന് മുമ്പ് പൂക്കൾ ഈ ഭൂമിയിലുണ്ടല്ലോ. ആരെങ്കിലും മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്ന് പാടിയ എസ്റ്റാനകി അല്ലേ? നല്ല പാട്ടാ എസ്റ്റാനകിന്റെ. പാടാൻ എസ്റ്റാനകി ഉണ്ടായിരുന്നോ? ഇനി വീണ് കിടക്കുന്ന പൂവിനെ നോക്കിയിട്ട് ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്കേ നീ എന്ന് പാടാൻ ആശാനുണ്ടായിരുന്നോ? പൂക്കളെ ആസ്വദിക്കാൻ മനുഷ്യനെ അറിയൂ. അതുകൊണ്ട് സ്മൈൽ. വീടും പുഞ്ചിരിക്കുക, നിങ്ങളും പുഞ്ചിരിക്കുക. രണ്ടാമത്തത് ഓപ്പൺ ദി ഹെഡ്. ഹൃദയം തുറന്ന് വർത്തമാനം പറയണം. വീട്ടിലെല്ലാവരും എത്തിക്കഴിഞ്ഞാൽ അച്ഛനും അപ്പൂപ്പനും ഉപ്പയും ഉമ്മമ്മയും എല്ലാവരും വട്ടത്തിൽ ഇരുന്നിട്ട് പ്രായമുള്ള മനുഷ്യൻ എവിടെ ഇരിക്കുന്നു അവിടെ പോയിരുന്ന് വർത്തമാനം പറയണം. അവർ ബെഡിലാണെങ്കിൽ വരാന്തയിൽ ഇരുന്ന് വർത്തമാനം പറയുന്നത് മര്യാദകേടാ. അവർക്കും കേൾക്കട്ടെ, നമ്മൾ പറയുന്നത് കേൾക്കാം. മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും ഒന്നും അല്ല, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും ഇടപെടാനും കഴിയുമ്പോഴാണ്. പ്രായമുള്ള മനുഷ്യർക്ക് അതാ വേണ്ടത്. നിങ്ങൾ പറയുന്നവർ കേൾക്കട്ടെ. അവിടെ പോയിരുന്നിട്ട് എന്താ വർത്താനം? അതാരാ പോകുന്ന? ഗോപാലൻകുട്ടി മഹാവൃത്തി കേട്ടോന. ആ ബഷീർ ഒന്നിനും കൊള്ളൂല. സെബാസ്റ്റ്യൻ മഹാപോക്ക, MLA പോക്ക, പഞ്ചായത്ത് മെമ്പർ പോക്ക, പ്രസിഡന്റ് പോക്ക, മുഖ്യമന്ത്രി പോക്ക, പ്രധാനമന്ത്രി പോക്ക, എല്ലാവരും മോശമാണ്. ഒരാളെ ഉള്ളൂ ലോകത്ത് നല്ലത്. അതാരാ? ഞാൻ മാത്രമേ നല്ലതുള്ളൂ എന്നുള്ള കേട്ട് നമ്മുടെ കുട്ടികളുടെ മനോഭാവം എന്താണെന്നറിയോ? ഇപ്പോ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. തമാശ പറഞ്ഞുകൂടാ കുട്ടികളോട്. തമാശ പറഞ്ഞാൽ ഉടനെ പറയാ ചളി ചളി ചളി. അപമാനിക്കുക, അത് ആസ്വദിക്കുകയല്ല. ഞാൻ മാത്രം ശരി. ഈ മനോഭാവത്തിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ 6 ശരികൾ ഉണ്ടാവുന്നത്. ഞാൻ മാത്രം ശരി,
എൻ്റെ മതം, എൻ്റെ ദൈവം, എൻ്റെ പാർട്ടി, എൻ്റെ രാജ്യം, എൻ്റെ ജാതി മാത്രം ശരിയെന്ന 6 ശരികൾ ലോകത്ത് സകല തെറ്റുണ്ടാക്കുന്നത് ഈ മനോഭാവ. ഈ നാട്ടിലുണ്ടോ? ഇവിടെ ആൾ ഇവിടുന്ന് നിങ്ങൾ കാറിൻ്റെ മുൻസീറ്റിൽ ഇരുന്നിട്ട് തിരുവനന്തപുരത്തിലെ പിന്നെ തമ്പാനൂരിലേക്ക് ഒന്ന് ഓടിച്ചു പോവുക. ഇപ്പോൾ പോകുമ്പോൾ എതിരെ വരുന്ന എത്ര വണ്ടി ഡിമ്മ് തരുന്നുണ്ട് നോക്കും. തരുമോ? ഡിമ്മ് തരാൻ അത് അന്ന് പോയിട്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് പാസ്സാക്കി എടുക്കേണ്ടതാണോ ഡിമ്മ്? സ്റ്റിയറിങ്ങിൻ്റെ ഇടതുവശത്തുള്ള ഗിയർ പോലത്തുള്ള സാധനം ഇങ്ങോട്ട് തട്ടിയ ഡിമ്മ്, അങ്ങോട്ട് എത്തിയ ഹെഡല്ലേ. പക്ഷേ എൻ്റെ LED ബൾബിൻ്റെ തീവ്രപ്രകാശം കൊണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ച് നീ മതിലിന് പോയി അടിച്ച് ചത്താലും കുഴി പോയി മറിഞ്ഞാലും തരൂലടാ ഡിമ്മ് എന്ന് പറഞ്ഞ് പോകുന്നത് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ മനോഭാവമാണ്. അത്തരക്കാർ കൂടുന്നതാണ് ഡിമ്മ് കൊടുക്കാത്തതിൻ്റെ ദുരന്തം. അതാ ഹൃദയം തുറന്നിട്ട് നല്ല കാര്യങ്ങൾ പറയൂ. സുഗതകുമാരി ടീച്ചറുടെ ഒരു വരിയുണ്ടല്ലോ, പരുക്കനാണീ ലോകം പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. ഈ ലോകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും പൂന്തോട്ടങ്ങളും ഇല്ലേ ഇവിടെ? ആ പൂന്തോട്ടങ്ങളെ കാട്ടിക്കൊടുക്കും. നന്മയുണ്ട്, എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്. ചെറിയ തകരാറ് എല്ലാവർക്കും ഉള്ളൂ. പക്ഷെ നമ്മൾ നോക്കുക മുഴുവൻ ആ തകരാറിന്. അപ്പുറത്തൊന്നും നോക്കൂല. നമ്മൾ ദോഷൈക ദൃക്കുകളല്ലേ. 9 വിരലിന് നല്ല മോതിരം ഇടുക, 1 വിരലിന് ബാൻഡേജും ചുറ്റിയിട്ട് ഒരു കല്യാണം വീട്ടിൽ പോകും. മോതിരൂട്ട വിരൽ ആരെങ്കിലും നോക്കുമോ? ഇല്ല. എല്ലാവരും ചോദിക്കും എന്താ വിരലിലേക്ക്. കാരണം ദോഷൈക ദൃക്കുകൾ ആ വിരലേ നോക്കൂ. ഒരു കല്യാണ വീട്ടിൽ ഒരു ഫോട്ടോ, ഒരു പയ്യൻ പ്ലക്കാർഡും പിടിച്ചിട്ട് കഴുത്തിൽ ഇങ്ങനെ എല്ല് പൊട്ടിയിട്ട് ഇങ്ങനെ കൈ തൂക്കിയിട്ടിട്ട് ഒരു പ്ലക്കാർഡും പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടു. ആ പ്ലക്കാർഡിൽ എന്താ എഴുതിയെന്നറിയോ? ഒന്ന് വീണതാണ്, ചെറിയ പൊട്ടുണ്ട്, കൂടുതലൊന്നും ഇല്ലാന്ന്. മറുപടി പറഞ്ഞ് മടുത്തിട്ട് ഇവൻ പ്ലക്കാർഡ് പിടിച്ചു നിൽക്കുക. തകരാറുകൾ മാത്രം നോക്കുന്നവരായി മാറുന്നു നമ്മൾ. അതുകൊണ്ട് ഓപ്പൺ ദി ഹെഡ്, ഹൃദയം തുറന്ന് വർത്തമാനം പറയും. 3-ാമത്തെ ഫോർവേഡ് ലീൻ, മറ്റുള്ളവരെ കേൾക്കാൻ ഒന്ന് കുനിഞ്ഞൂടെ. നമ്മുടെ ശരീരത്തിലെ സന്ധികൾ നോക്കിയട്ടെ. കാലിൻ്റെ മുട്ട് മാത്രം പുറകോട്ട് മടങ്ങുന്നത്. അത് പുറകോട്ട് മടക്കി വെച്ച് പുറകോട്ട് ഓടാനല്ലല്ലോ, മുന്നോട്ട് ഓടാൻ വേണ്ടിയാണ് പുറകോട്ട് മടക്കി വെച്ചത്. ബാക്കിയെല്ലാം മുന്നോട്ട് മടങ്ങുന്ന. എന്നിട്ടും നമ്മൾ എന്തിനാ ഇങ്ങനെ അഹന്ത കാണിക്കുന്നത്? ഒരു കാര്യമില്ല. ഒന്ന് മുന്നോട്ട് കുനിഞ്ഞാൽ എന്താ? മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ, പരം നമിക്കുന്നു നവാമ്പുവാൽ ഖനം. ഉള്ളൂരിന് എന്താ പറയാ, സുഖം എന്ന കവിതയിൽ. ചക്കയും മാങ്ങയും കൂടുമ്പോൾ മരത്തിന്റെ കൊമ്പ്, പ്ലാവിന്റെയും മാവിന്റെയും കൊമ്പ് മേലോട്ട് ഉയരുകയല്ല, താഴോട്ട് താഴെ. അറിവും സമ്പത്തും കൂടുമ്പോൾ ഒന്ന് കുനിഞ്ഞൂടെ? കുട്ടികളിലേക്ക് നമ്മൾ താണാലേ കുട്ടികൾ നമ്മളിലേക്ക് ഉയരൂ. ഞാൻ ഒരു ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ആളാ. അപ്പൊ കൊച്ചുമോൻ വന്നു. കൊച്ചുമോനെ എടുക്കണം. കുനിയൂല, ഞാൻ വലിയ ആളാ, കുനിയൂല, വാ എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റുമോ കുട്ടിയെ? നമ്മൾ കുട്ടിയിലേക്ക് താണാലേ കുട്ടി നമ്മളിലേക്ക് ഉയരൂ. ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയുക.